ഹലോ ഓൾ, വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ് ഫീച്ചറിംഗ് 5 hours ഓഫ് സ്റ്റഡി. എക്സാമിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നൊരു ചേഞ്ച് ആയിരുന്നു. ഇനി മുതൽ സ്റ്റഡി ടൈം ഇൻക്രീസ് ചെയ്ത് 5 hours ആക്കാന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും 4:30 എഴുന്നേക്കും. 4:30 എഴുന്നേറ്റ് ഫ്രഷ് ആയതിനു ശേഷം ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഷെഡ്യൂൾ നോക്കി ഓരോ ടൈമിലും ഏത് സബ്ജക്ട്സ് പഠിക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യാണ്. ആ പ്ലാനിങ് ഞാൻ ചെയ്തതിന് ശേഷം ഫസ്റ്റ് സബ്ജക്ട് എടുത്ത് ഞാൻ പഠിക്കാൻ തുടങ്ങും. ഇന്നത്തെ പ്ലാനിങ് ശേഷം ഞാൻ എടുത്ത സബ്ജക്ട് ഓർഗനൈസേഷൻ ബിഹേവിയർ ആയിരുന്നു. അതായത് കുറച്ച് തിയറീസ് ആയിരുന്നു എനിക്ക് ഫസ്റ്റ് തന്നെ പഠിക്കാനുണ്ടായിരുന്നത്. രാവിലെ പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും കോൺസെൻട്രേഷൻ കൂടുതൽ വേണ്ട സബ്ജക്ട്സും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട്സ് ആയിരിക്കും എടുക്കുക. കാരണം മോർണിംഗ് ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് വേറെ എക്സ്ട്രാ ഡിസ്റ്റർബൻസോ ഒരു കാര്യങ്ങളോ ഉണ്ടാവില്ല. അപ്പം എനിക്ക് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും, പെട്ടെന്ന് പഠിക്കാനും പറ്റും. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ഡിഫിക്കൽട്ട് സബ്ജക്ട്സ് മോർണിംഗിൽ എപ്പോഴും ചൂസ് ചെയ്യും. സോ അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 5:45 വരെ കണ്ടിന്യൂ ചെയ്യും. 1 hour ആയിരിക്കും എൻ്റെ ഫസ്റ്റ് സ്റ്റഡി ടൈം. അതിനുശേഷം ഒരു 15 minutes ബ്രേക്ക് എടുത്ത് 6 o'clock തന്നെ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യും. ഇന്നിപ്പോ സെയിം സബ്ജക്ട് തന്നെയാണ് ഞാൻ പഠിച്ചത്. കാരണം അതിനകത്ത് കുറച്ച് പോർഷൻസും കൂടി കവർ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അതൊരു 6:45 വരെ പോയി. അതിനുശേഷം പിന്നെ ഒരു ബ്രേക്ക് എടുത്തു. ആ സമയത്ത് ഞാനൊന്ന് ബ്രഷ് ചെയ്തായിരുന്നു. ബ്രഷ് ഒക്കെ ചെയ്ത് ഒന്ന് ഫോണിലൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ പിന്നെയും പഠിക്കാനിരുന്നു. ഒരു 8 o'clock വരെ ഞാൻ വേറൊരു സബ്ജക്ട് പഠിച്ചു. മാനേജ്മെന്റ് സബ്ജക്റ്റ് ആയിരുന്നു അത്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സബ്ജക്ട് ഒരു 2 hours കൂടുതലൊന്നും എന്നെ കൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തേർഡ് സെഷനിൽ ഞാൻ വേറൊരു സബ്ജക്റ്റാണ് എപ്പോഴും ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് ഞാൻ ഒരു നല്ല ദോശയൊക്കെ ചുട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അത്യാവശ്യം നല്ല സമയം ഞാൻ റെസ്റ്റ് ഒക്കെ എടുത്ത് 8:30ക്കാണ് പിന്നീടുള്ള എൻ്റെ സ്റ്റഡീസ് റീസ്റ്റാർട്ട് ചെയ്തത്. മാനേജ്മെന്റ് സബ്ജക്റ്റ് തന്നെ പിന്നെയും കുറച്ചുകൂടെ തീർക്കാനുള്ളതുകൊണ്ട് ഞാൻ അത് തന്നെ പിന്നെയും പഠിച്ചു. ഒരു 8:30 മുതൽ 9:30 വരെ ആ പഠിത്തം നീണ്ടുപോയി. അതിനുശേഷം എനിക്ക് കുറച്ച് ചോയ്സ് ചെയ്യാനുള്ളത് കൊണ്ട് അതൊക്കെ ചെയ്ത് ഒരു കുളി എടുത്ത് ജോലിക്ക് പോയി. ദാ ജോലി വിട്ട് തിരിച്ചു വരുമ്പോൾ ദാ ഇതായിരിക്കും സമയം. ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴത്തേക്കും കറക്റ്റ് 8 മണി. വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേക്കും ഒരു ഓറഞ്ചൊക്കെ കഴിച്ച് ഒരു ഷവർ എടുത്ത് എൻ്റെ റൂമിലുണ്ടായിരുന്ന കുറച്ച് തുണികളൊക്കെ മടക്കി വെച്ചപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നെ അമ്മ വിളിച്ചു. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലെത്തിയപ്പോഴത്തേക്കും സമയം 9:30 ആയിരുന്നു. പിന്നെ 9:30 മുതൽ ഞാൻ പഠിത്തം തുടങ്ങി. ബ്രേക്ക് എടുത്ത് 11:30 വരെ ഞാൻ പഠിച്ചിരുന്നു കേട്ടോ. കാരണം ഞാൻ എൻ്റെ ഷെഡ്യൂൾ പ്രകാരമുള്ള പോർഷൻസ് തീരാൻ പിന്നെയും കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുത്തിയിരുന്ന് പഠിക്കുമായിരുന്നു. സംടൈംസ് ഞാൻ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവും. എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ തോന്നും. പക്ഷെ എക്സാം എടുക്കുന്നത് ഓർക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്ന് പഠിച്ചു പോകും കേട്ടോ. ഐ തിങ്ക് വി നീഡ് ദാറ്റ് പെർസീവറൻസ് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. സോ എല്ലാവരും ഫോക്കസ് ആയിട്ട് പഠിക്കുക. സ്റ്റാർട്ട് സ്റ്റഡിയിങ്.